അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കണേന്ന് കാണണ്ടേ. അപ്പോൾ ഇന്ന് ചീരയും പരിപ്പുമാട്ട വെക്കണേ. കുറച്ച് ചീര എനിക്ക് വീട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മ തന്നു വിട്ടതാണ്. അപ്പോൾ ഞാൻ അതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ പിറ്റേ ദിവസം വെക്കാമെന്ന് ഓർത്തേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉള്ളിയും മുളകും മൂപ്പിക്കാം. ആ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പരിപ്പിട്ടല്ലേ വെക്കണേ, ഗ്യാസ് കയറുമല്ലോ. പരിപ്പിടുമ്പോൾ മാത്രം ഞാൻ വെളുത്തുള്ളി ഇടാറുള്ളൂ. ചീര തോരനെ ഉണ്ടാക്കുമ്പോഴൊന്നും ഞാൻ ഇടത്തില്ല, ഉള്ളി മാത്രം ഇടുകയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടാം. അതും നല്ലപോലെ മൂക്കണം. അപ്പോൾ നല്ലപോലെ മസാല മൂത്തിട്ടുണ്ട് കേട്ടോ. ഈ മസാല നല്ലപോലെ മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചീര ഇടാം, അല്ലെങ്കിൽ ആ എരിവ് പോവില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ മൂപ്പിക്കണം നല്ലോണം. ഇനി ചീര ഇട്ട് ഒരു ആവിയൊക്കെ കയറി കഴിഞ്ഞിട്ടേ പരിപ്പിടാൻ പാടുള്ളൂ. ചീരക്ക് ഇച്ചിരി ഉപ്പ് ഇടണം കേട്ടോ. പരിപ്പിന് നമ്മൾ ഉപ്പ് ഇട്ടേക്കണതുകൊണ്ട് തന്നെ ചീരക്ക് കുറച്ച് ഉപ്പിട്ടാൽ മതി, അല്ലെങ്കിൽ ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇതായിക്കോളും, ബുദ്ധിമുട്ടായിക്കോളും, കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി കൂട്ടിയിട്ട് അടച്ചു വെക്കും. എന്നിട്ട് ഒരാവി കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പരിപ്പും കൂടി ഇടുവാണ്. പരിപ്പ് വേവിച്ച് വെച്ചതുകൊണ്ട് അധികം വേവാനില്ല, ചീരം വേഗം വേവുമല്ലോ, അതാ ഒരാവി കയറണമെന്ന് ഞാൻ പറഞ്ഞത്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ട് ആവി നല്ലപോലെ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇളക്കി കൂട്ടിയെടുക്കണം. അതിൽ നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടും. പരിപ്പിലൊക്കെ ഇച്ചിരി വെള്ളമുള്ള ഇതല്ലേ, ചീരയിലും ആവി കയറി വെള്ളം പോലെ ആവും. അപ്പോൾ വെള്ളം കെട്ടാതിരിക്കാനാണ് തുറന്ന് വെച്ച് ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ചീരത്തോരൻ. കണ്ട, പരിപ്പ് അധികം വെന്ത് പോകരുത് കേട്ടോ. എൻ്റെ പരിപ്പ് ഇത്തിരി വെന്ത് പോയി, അധികം വേവാതെ തന്നെ നിങ്ങൾ എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബായ്. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ.